നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി കടലിൽ മുങ്ങിയ MSC എൽസ 3 ചരക്ക് കപ്പലിൽ നിന്ന് എണ്ണ നീക്കുന്ന നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഹാനികരമായ വസ്തുക്കളുള്ള 13 കണ്ടെയ്നറുകളും കപ്പലിന്റെ ടാങ്കിൽ 450 ടണ്ണോളം ഇന്ധനവുമാണുള്ളത്. 13 കണ്ടെയ്നറുകളിൽ 8 എണ്ണം കപ്പലിനുള്ളിലാണ്. മറ്റുള്ളവ കപ്പലിന്റെ ഡെക്കിലോ സമീപത്തായി സമുദ്ര അടിത്തട്ടിലോ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ഇത് കണ്ടെത്താനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ജലബോംബായി ഇത് മാറാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിലവിലെ കേരളത്തിലെ ഈ ഒരു കാലാവസ്ഥ അതിശക്തമായിട്ടുള്ള മഴയാണ്. കള്ളക്കടൽ പ്രതിഭാസം അടക്കം കേരള തീരത്ത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കാലാവസ്ഥയും പ്രതികൂലമായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ എല്ലാം വേഗം എടുത്തു മാറ്റാനുള്ള പ്രവൃത്തികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കപ്പൽ കമ്പനി നിയോഗിച്ച T&T സാൽവേജിന്റെ 2 ടഗുകളുടെ സഹായത്തോടെയാണ് സ്ഥലത്ത് സർവേയും എണ്ണ നീക്കലും പുരോഗമിക്കുന്നത്. 2 ടഗുകൾ കൂടി വെള്ളിയാഴ്ച എത്തും. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ യാർഡിലേക്കാണ് മാറ്റുന്നത്. ആദ്യഘട്ടത്തിൽ 15 ദിവസത്തെ ദൗത്യമാണ്. ടഗ് ബോട്ടുകളെയും ഉദ്യോഗസ്ഥരെയും മേഖലയിൽ എത്തിക്കും. സർവേ ഉപകരണവും ഡൈവിംഗ് ബോട്ടും ഉപയോഗിച്ചുള്ള ജോലികൾ ജൂൺ 12 മുൻപ് തീർക്കും. രണ്ടാം ഘട്ടം 1 മാസത്തെ ദൗത്യമാണ്. ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ വീണ്ടെടുക്കൽ, തീരത്തടിഞ്ഞ മാലിന്യം നീക്കൽ, എണ്ണപ്പാട നീക്കൽ എന്നിവയാണ് പൂർത്തിയാക്കുക. ഇതിനൊപ്പം സൈറ്റ് സർവേയും അണ്ടർ വാട്ടർ ഓപ്പറേഷൻ പ്ലാനും തയ്യാറാക്കും. മുങ്ങിയ കപ്പലിൽ നിന്ന് എണ്ണ വീണ്ടെടുക്കൽ ജൂൺ 13 മൂന്നാം ഘട്ടമായി ആരംഭിക്കും. ജൂലൈ 3 പൂർത്തിയാകും. പിന്നീട് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഉയർത്തും. കപ്പലും ഉയർത്താനാണ് തീരുമാനം. കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കാൻ വോയേജ് ഡാറ്റ റെക്കോർഡർ വീണ്ടെടുക്കും. ഇതിൽ നിന്ന് കൃത്യവിവരം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ്. ഇത് നഷ്ടപരിഹാരം കിട്ടുന്നതിനടക്കം നിർണായകമാണ്. അണ്ടർ വാട്ടർ ഓപ്പറേഷൻ അതിനിർണായകമാണ്. അതുകൊണ്ട് തന്നെ പഴുതടച്ച് നീങ്ങാനാണ് പദ്ധതി. എല്ലാ കണ്ടെയ്നറും വീണ്ടെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനിടെ കപ്പൽ അപകടം കടൽ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം പഠനം തുടങ്ങി. 4 അംഗ സംഘങ്ങളായി എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് അവിടെയുള്ള തീരങ്ങളിലാണ് പഠനം. ഈ ജില്ലകളിലെ 10 ഇടങ്ങളിൽ നിന്നെടുത്ത ജലത്തിന്റെയും മണ്ണിന്റെയും സാമ്പിളുകൾ പരിശോധിച്ചു വരികയാണ്. ഈ പഠനം പാരിസ്ഥിതിക ആഘാതത്തിൽ നിർണായകമാകും. ഓക്സിജന്റെ അളവ്, അമ്ലീകരണം, പോഷകങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ജലഗുണ നിലവാരം പഠന വിധേയമാക്കും. എണ്ണച്ചോർച്ചയുണ്ടോ എന്നറിയാനായി വെള്ളത്തിലെയും മണ്ണിലെയും ഓയിലിന്റെയും ഗ്രീസിന്റെയും സാന്നിധ്യം പരിശോധിക്കുന്നു. സസ്യപ്ലവകങ്ങളും തീരത്തെ മണ്ണിലുള്ള സൂക്ഷ്മജീവികളെയും ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ്. നിശ്ചിത കാലയളവുകളിൽ സാമ്പിളുകൾ ശേഖരിക്കും. MSC എൽസ 3 ചരക്കുകപ്പൽ കടലിൽ മുങ്ങിയ അപകടം സംസ്ഥാന ദുരന്തമായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക ആഘാതം പരിഗണിച്ചാണ് തീരുമാനം. റവന്യൂ സെക്രട്ടറി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു. കടൽ അപകടത്തെ തുടർന്ന് തീരത്തടഞ്ഞ പ്ലാസ്റ്റിക് തരികൾ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് അതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ശനിയാഴ്ച കൊച്ചി പുറകടലിൽ ചെരിഞ്ഞ MSC എൽസ 3 കപ്പൽ ഞായറാഴ്ചയാണ് പൂർണ്ണമായും മുങ്ങിയത്. ചരക്ക് കപ്പൽ മുങ്ങി കടലിൽ വീണ കണ്ടെയ്നറുകളിൽ 4 എണ്ണം കൂടി ബുധനാഴ്ച തലസ്ഥാന ജില്ലയിലെ തീരത്തെത്തി. ഇതോടെ കേരള തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളുടെ എണ്ണം 54 ആയി. തുമ്പ, വിഴിഞ്ഞം, പൂവാർ, കരിങ്കുളം തീരങ്ങളിൽ നിന്ന് ഓരോന്ന് വീതം കണ്ടെയ്നറുകളാണ് ബുധനാഴ്ച പകൽ ലഭിച്ചത്. ഇവ വിഴിഞ്ഞം തുറമുഖത്തേക്ക് മാറ്റാൻ നടപടികൾ ആരംഭിച്ചു. പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള നർഡിലാണ് ഇവയിൽ നിന്ന് ലഭിച്ചത്. നർഡിലുകളെന്ന് തെറ്റിദ്ധരിച്ച് വെളുത്ത നിറത്തിലുള്ള മറ്റു പൊടികൾ കണ്ടാൽ തുടരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംശയമുള്ള വസ്തുക്കൾ കണ്ടാൽ ചിത്രമെടുത്ത് സ്ഥലത്തെ പോലീസിനോ ഫയർഫോഴ്സിനോ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അയക്കണമെന്നും നിഷ്കർഷിച്ചു. യന്ത്ര തകരാറ് മൂലമാണ് കപ്പൽ മുങ്ങിയതെന്നാണ് പ്രാഥമിക കണ്ടെത്തലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചിരുന്നു. യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥനും ചീഫ് സർവേയറും അഡീഷണൽ ഡയറക്ടർ ജനറലുമായ അജിത് കുമാർ സുകുമാരനും പറഞ്ഞു. ബെല്ലാസ്റ്റ് ടാങ്കറിനുണ്ടായ സാങ്കേതിക തകരാറ് മൂലമാണ് കപ്പൽ മുങ്ങിയത്. ആടിയുലഞ്ഞുണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ കപ്പലുകളുടെ അടിത്തട്ടിൽ വെള്ളം സംഭരിക്കുന്ന ടാങ്കുകളാണ് ബെല്ലാസ്റ്റ് ടാങ്കുകൾ. ഈ സംവിധാനത്തിലെ വാൽവുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല. ഇതുമൂലം കപ്പലിന്റെ വൈദ്യുതി സംവിധാനം തകരാറിലായി ചെരിഞ്ഞു. മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തടസ്സവുമായി. ചരക്ക് കപ്പൽ അപകടത്തെ തുടർന്ന് തറയിൽ കടവിൽ കടൽ തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറും അതിലുണ്ടായിരുന്ന പഞ്ഞിക്കെട്ടുകളും ഇന്നലെ വൈകിട്ടോടെ പൂർണ്ണമായും കൊല്ലം പോർട്ടിലെ കസ്റ്റംസ് യാർഡിലേക്ക് മാറ്റി. തകർന്ന കണ്ടെയ്നറും പഞ്ഞിക്കെട്ടുകളും കൂടി 4 ലോഡുകളായാണ് കയറ്റിവിട്ടത്. തൊട്ടപ്പള്ളി തീരദേശ പോലീസിന്റെ മേൽനോട്ടത്തിലാണ് ഇന്നലെ ജോലി നടന്നത്. ചൊവ്വാഴ്ച രാത്രി 1 ലോഡും ബുധനാഴ്ച പുലർച്ചെ 2 ലോഡും ഇന്നലെ 1 ലോഡുമായാണ് സാധനങ്ങൾ കൊണ്ടുപോയത്.
പാക്കറ്റുകളിൽ നിന്ന് പഞ്ഞി പുറത്തു ചാടി പാറക്കെട്ടുകളിൽ കുടുങ്ങിയത് മൂലം ജോലി ദുഷ്കരമാക്കിയിരുന്നു. പലതവണ ക്രെയിൻ മണ്ണിൽ താഴ്ത്തിയും തടസ്സം സൃഷ്ടിച്ചു. സാധനങ്ങൾ മാറ്റാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, ഷിപ്പിംഗ് കമ്പനി പ്രതിനിധികൾ, തൃക്കുന്നപ്പുഴ പോലീസ്, തീരദേശ പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ, ആറാട്ടുപുഴ പഞ്ചായത്ത് അധികൃതർ എന്നിവരുടെ മേൽനോട്ടമുണ്ടായിരുന്നു. എൽസ 3 എന്ന ഫീഡർ വെസൽ മുങ്ങിയതിനെ തുടർന്ന് മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ദുരിതം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി. കപ്പലിന്റെ 20 നോട്ടിക്കൽ മൈൽ പരിസരത്ത് മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണ്. തോട്ടപ്പള്ളി ഹാർബറിന്റെ അടക്കം പ്രവർത്തനം ഇതുമൂലം തടസ്സപ്പെടും. നൂറുകണക്കിന് ആളുകൾ തൊഴിൽ രഹിതരാകുമെന്നും കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് പ്രസ്താവനയിൽ പറഞ്ഞു. പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എൽസ 3 എന്ന ഫീഡർ വെസൽ മുങ്ങിയത് സാങ്കേതിക തകരാറുകൊണ്ടാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് DGS ശ്യാം ജഗന്നാഥനും അഡീഷണൽ ഡയറക്ടർ ജനറലും പ്രസ്താവിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാടുകളെ സാധൂകരിക്കുന്ന പ്രസ്താവനയാണിത്. ഇന്നലെ തിരുവനന്തപുരത്ത് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇക്കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തീരദേശത്തെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമാകാനും മത്സ്യമേളകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തരമായി കടൽക്ഷോഭം മൂലം ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കപ്പലിന്റെ ഫിറ്റ്നസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ആശങ്കകൾ ശരിവെക്കപ്പെട്ടിരിക്കുകയാണ്. 26 ഡിഗ്രി ചെരിഞ്ഞ കപ്പൽ 12 മണിക്കൂറിനകം മുങ്ങിപ്പോയതാണ് പ്രശ്നം. കപ്പലിന്റെ ബെല്ലാസ്റ്റ് ശരിയല്ല എന്ന് കേന്ദ്ര സംഘം അംഗീകരിച്ചിട്ടുണ്ട്. കപ്പലിന്റെ മുകളിലെ ഭാരം ക്രമീകരിക്കാൻ താഴെ ഭാഗത്ത് വെള്ളം കയറ്റണം. ബെല്ലാസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയ എല്ലാ കപ്പലുകളിലുമുണ്ട്. അതുപോലെ തന്നെ എല്ലാ കപ്പലുകളുടെയും മാനദണ്ഡം 15 മീറ്റർ വരെ തിരമാല ഉയരുന്ന മെഡിറ്ററേനിയൻ കടലുമാണ്. അങ്ങനെയെങ്കിൽ കപ്പലിലെ മോട്ടോർ പമ്പുകൾ പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് അദാനി പോർട്ടോ ഇവിടുത്തെ മക്കൻഡെയിൽ മറൈൻ ഡിപ്പാർട്ട്മെന്റോ ഇതുവരെയായി ഒരു പ്രസ്താവന നൽകിയിട്ടില്ല. കപ്പലിൽ കയറ്റി ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചോ കണ്ടെയ്നറുകളെ സംബന്ധിച്ചോ അദാനി പോർട്ട് ഇപ്പോഴും നമ്മെ ഇരുട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഇത് പരിശോധിക്കേണ്ടതുണ്ട്. 2020 തന്നെ കപ്പൽ പാത കൊല്ലം തീരത്ത് നിന്ന് 50 കിലോമീറ്റർ പടിഞ്ഞാറ് കൂടി നിശ്ചയിച്ച് ഷിപ്പിംഗ് മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ബോട്ടുകളും വള്ളങ്ങളും പ്രവർത്തിക്കുന്ന കൊയിലോൺ ബാങ്കിന് 50 നോട്ടിക്കൽ മൈലിന് പടിഞ്ഞാറ് കൂടിയാണ് കപ്പലുകൾ സഞ്ചരിക്കേണ്ടതെന്ന് അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയും തൊഴിലാളി സംഘടനകളും ഒറ്റക്കെട്ടായി എടുത്ത നിലപാടിനെയാണ് കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞത്. കപ്പലുകൾ തെക്കും വടക്കും മത്സ്യബന്ധന യാനങ്ങൾ കിഴക്ക് പടിഞ്ഞാറും സഞ്ചരിക്കുന്ന സാഹചര്യം അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇതിനെതിരെ 2020 ഓഗസ്റ്റ് 1 കൊച്ചി തുറമുഖത്ത് ഞങ്ങൾ ഉപരോധം നടത്തി. യഥാർത്ഥത്തിൽ അദാനി കമ്പനിക്ക് വേണ്ടി വിഴിഞ്ഞത്ത് നിന്ന് എളുപ്പത്തിൽ കൊച്ചി തുറമുഖത്ത് എത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ തീരുമാനമെടുത്തത്. എന്നാൽ ആ തീരുമാനത്തെയും ലംഘിക്കുന്ന നടപടിയാണ് കപ്പലിന്റെ ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തോട്ടപ്പള്ളിയിൽ നിന്ന് കേവലം 14.6 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറാണ് കപ്പൽ മുങ്ങിയത്. നിയമം ലംഘിച്ച് കപ്പൽ ഓടിച്ച ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കപ്പലിന്റെ 20 നോട്ടിക്കൽ മൈൽ പരിസരത്ത് മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണ്. തോട്ടപ്പള്ളി ഹാർബറിന്റെ അടക്കം പ്രവർത്തനം ഇതുമൂലം തടസ്സപ്പെടും. നൂറുകണക്കിന് ആളുകൾ തൊഴിൽ രഹിതരാകും. അവർക്കെല്ലാം ദുരിതാശ്വാസമായി നഷ്ടപരിഹാരം നൽകണം. ജൂലൈ 3 രക്ഷാപ്രവർത്തനം പൂർത്തിയാകൂ എന്ന് ഡയറക്ടർ ജനറൽ പറഞ്ഞതും ഞങ്ങളുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. തീരത്തടിഞ്ഞ ഒറ്റ കണ്ടെയ്നറിൽ പോലും അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിട്ടില്ല. 12 കണ്ടെയ്നറുകളിലുള്ള കാൽസിംഗ് ഹാർബയുടെ ആകട്ടെ വായു നിബിധമായി അടച്ച കന്നാസുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്ന വസ്തുത വിരുദ്ധമായ പ്രസ്താവന നടത്തിയ ദുരന്ത നിവാരണ സമിതി, മത്സ്യങ്ങൾ ഭക്ഷ്യയോഗ്യമല്ല എന്ന പ്രസ്താവന നടത്തിയ വിദഗ്ധരും തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കണം. കേന്ദ്ര സർക്കാരുമായും അന്താരാഷ്ട്ര ഏജൻസികളുമായും കപ്പൽ കമ്പനിയുമായി ചർച്ച ചെയ്ത് ദുരിതാശ്വാസത്തിനും നഷ്ടപരിഹാരത്തിനുമുള്ള പ്രായോഗികമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ നടപ്പാക്കുന്ന ട്രോളിംഗ് നിരോധനം കേരളത്തിൽ കർശനമായി നടപ്പാക്കണമെന്നും ഈ കാലയളവിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഫൈബർ വള്ളങ്ങളുടെ അനധികൃത മത്സ്യബന്ധനം നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ചാൾസ് ജോർജ്, സംസ്ഥാന പ്രസിഡന്റ്, കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി അറിയിച്ചിട്ടുണ്ട്.